പടം ഇറങ്ങുന്നതിന് മുമ്പേ തള്ളാതടേ തള്ള നിർത്തടേ എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് അങ്ങനെ കമന്റ് ചെയ്യാം. പക്ഷേ ഓണസ്റ്റ്ലി എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ആക്ച്വലി എനിക്ക് നല്ല പ്രതീക്ഷയുള്ള നല്ല വിശ്വാസമുള്ളൊരു സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. സംഗതി ശരിയാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ, അത് ഈ സിനിമ ആയിക്കോട്ടെ, നടൻ്റെ സിനിമ ആയിക്കോട്ടെ, ഇറങ്ങുന്നതിന് മുമ്പേ അമിതമായൊരു പ്രതീക്ഷയും അമിതമായൊരു വിശ്വാസമൊക്കെ വെക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അത് പ്രശ്നമല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാര്യം നമ്മൾ അമിതമായൊരു വിശ്വാസവും പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ സിനിമ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് വല്ലാത്തൊരു നിരാശയും വിഷമവും ഒക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില സിനിമകളോട്, ചില നടന്മാരുടെ സിനിമകളോടൊക്കെ ഓർഗാനിക്കായിട്ടൊരു ഒരു വിശ്വാസവും പ്രതീക്ഷയൊക്കെ തോന്നും. ഓർഗാനിക്കായിട്ട്, അല്ലാതെ ഈ ഇല്ലാത്ത പ്രതീക്ഷയും വിശ്വാസവും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള വിശ്വാസവും ഓർഗാനിക് ആയിട്ടുണ്ടാവുന്ന ഒരു പ്രതീക്ഷയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് തന്നെ ഉണ്ടാവുന്നതാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് തന്നെ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂക്ക സിനിമ വെറുതെ പറയുന്നതല്ലല്ലോ. മമ്മൂക്ക ഈ അടുത്ത കാലത്തായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ നല്ല നല്ല സിനിമകളാണ്, നല്ല നല്ല സ്ക്രിപ്റ്റുകളാണ് മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളൊക്കെ നല്ല ഗംഭീര സിനിമകളാണ്, എല്ലാം ഹിറ്റാണ്. അപ്പോൾ ഈ സിനിമ ഓൾസോ മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആക്ച്വലി ഉണ്ട്. ഇപ്പം മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമ, മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ, അപ്പോൾ ഈ വക ഫാക്ടേഴ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ഓർഗാനിക് ആയിട്ട് ഉണ്ടായതാണ്, അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സാധനം നമ്മൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അങ്ങനെയല്ല. ഇത് ഓർഗാനിക് ആയിട്ട് ഉണ്ടായൊരു വിശ്വാസവും പ്രതീക്ഷയാണ്. അപ്പോൾ ആ ഓർഗാനിക് ആയിട്ടുള്ള ആ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് ആക്ച്വലി ഉണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ പറയരുത്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓണസ്റ്റ്ലി എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ആക്ച്വലി ഞാൻ പറഞ്ഞത്. ഞാൻ ഈ സിനിമയുടെ ടീസർ പോലും കണ്ടിട്ടില്ല, കാണാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റ കാര്യം, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ, അതൊരു ഫാക്ടറാണ്. പിന്നെ ഈ സിനിമയുടെ കേസിൽ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്യുന്നു. മൂപ്പരുടെ ആദ്യത്തെ മലയാളം ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സിനിമ. സോ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടാവും. അപ്പോൾ മമ്മൂട്ടി പ്രൊഡക്ഷനും മമ്മൂട്ടിയുടെ ഇൻവോൾവ്മെൻറ്റും പിന്നെ GVMൻ്റെ ഡയറക്ഷനും കൂടിയൊക്കെ ആവുന്ന സമയത്ത് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയുടെ പേര് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്. സോ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രതീക്ഷയ്ക്ക്. ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന സമയത്ത്, ഇതൊക്കെയാണോടെ നീ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിനക്ക് ഇത്ര വിശ്വാസം തോന്നാൻ ഇതൊക്കെയാണോ നീ വലിയ കാരണമായിട്ട് പറയുന്നതൊക്കെ ചിലപ്പോൾ സില്ലിയായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ കുഞ്ഞു മനസ്സിൽ നിന്ന് എനിക്ക് തോന്നിയ വിശ്വാസത്തെക്കുറിച്ചും പ്രതീക്ഷയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് മമ്മൂട്ടിയുടെ ഇറങ്ങിയ സിനിമകൾ, പിന്നെ മമ്മൂട്ടി പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ മാത്രം മതി. മമ്മൂട്ടി പ്രൊഡക്ഷനിൽ ഏതൊക്കെ സിനിമകൾ വന്നു, റോഷാക്ക് ഏത് റേഞ്ചാണ് എന്നുള്ളത് നമുക്കറിയാം, കാതിൽ ഏത് റേഞ്ചാണ് എന്നുള്ളത് നമുക്കറിയാം, നൻപകൽ നേരത്ത് മയക്കം ഏത് റേഞ്ചാണെന്നുള്ള കാര്യം നമുക്കറിയാം, കണ്ണൂർ സ്ക്വാഡ്, പിന്നെ ടർബോ, ഇതെല്ലാം നല്ല നല്ല പടങ്ങളായിരുന്നു, ഹിറ്റായ സിനിമകൾ തന്നെയാണ്. ടർബോ മാത്രമാണ് ഈ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് മറ്റേനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്ര കാര്യമായിട്ട് മിക്സഡ് റെസ്പോൺസ് വന്നൊരു സിനിമ അത് മാത്രമാണ്. ബാക്കിയെല്ലാം ഹെവി റേഞ്ചിൽ നിന്ന സിനിമകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഹെവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ എന്തോ ഒരു വിശ്വാസവും പ്രതീക്ഷയൊക്കെ ആക്ച്വലി ഉണ്ട്. അത് ആ മനുഷ്യനോടുള്ള വിശ്വാസമാണ്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ഓർഗാനിക്കായിട്ട് ഉണ്ടായൊരു വിശ്വാസവും പ്രതീക്ഷയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. അതുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അഭിനയിക്കാൻ താല്പര്യമില്ല. തോന്നിയ കാര്യം അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി വേണമെങ്കിൽ ആൾക്കാർക്ക് വന്ന് ചീത്ത വിളിക്കാം, നീ തള്ളി എന്നൊക്കെയുള്ള രീതിയിൽ പറയാം. തള്ളല്ല, ഞാൻ എൻ്റെ റീസൺസ് പറഞ്ഞു, എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ റീസൺസ് ഞാൻ വള്ളി തെറ്റാതെ ഓണസ്റ്റ്ലി ജെനുവിൻലി ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, തുടക്കം തന്നെ പറഞ്ഞു. ഇനി നമുക്ക് ടീസർ കാണാം. ഓക്കെ, സാധാരണ ഒറ്റ ടേക്കാണ്, പക്ഷെ ഇത്തവണ ഫ്ലോ പോയി.
ടീച്ചർ ഒന്ന് കണ്ട് തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, അത് ബവ് 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 എന്ന് പറഞ്ഞിട്ട് കുറേ തുടങ്ങി. അത് തുടങ്ങിയപ്പോഴേക്കും ഈ സൈഡ് കുറേ എണ്ണമുണ്ട്, അവരും തുടങ്ങി ബവ് 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആകെ ആ ഒരു കോൺസെൻട്രേഷൻ പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും കാണാം. സർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അയാൾ വയലന്റ് ആയി നമ്മളെ ഉപദ്രവിക്കാൻ വല്ലതും വന്നാ? മമ്മൂട്ടി കമ്പനി മാക്സിമം അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഫസ്റ്റ് മൂവ്മെന്റ് ഏകദേശം ഒരു ലെഫ്റ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് നെഞ്ചിന്റെ കീഴെ ഒരു പഞ്ച് പാട് കുനിയും. ഇങ്ങനെ പറയും പറയുമ്പോ മുട്ടുകൊണ്ടൊരു ചാൻസ് പൊന്തി വരും. രണ്ട് കൈയും പിടിച്ച് ചെവിക്കിട്ടു, കണ്ണിൽ പൊന്നിച്ച് പറക്കും. ഒരു പിന്നെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഒരു പരിപാടി മനസ്സിലായി. സാറൊന്ന് വീട്ടിൽ വന്നവരെയും ഇതുപോലെ അവർ വരും ഗുണ്ടകളല്ലേടാ. ഫൈറ്റ് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല സർപ്രൈസ് ആയിരുന്നു. ഞാൻ മാനേജ് ചെയ്തു. ഇവൻ വെറും കൊണ്ട നിനക്ക് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. കമ്മിങ് സൂൺ. രസമുണ്ട്, നല്ല രസമുള്ളൊരു ടീസർ. എനിക്ക് രസം എന്നുള്ളൊരു വാക്കാണ് പെട്ടെന്ന് ഈ ഒരു ടീസർ കണ്ടപ്പോൾ പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. കൊള്ളാം. എന്താണ് സംഗതി എന്നുള്ളതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു പിടുത്തം അവർ തന്നിട്ടില്ല. അതേപോലെ നന്നായി, അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആകെ 1 മിനിറ്റ് 17 സെക്കൻഡാണ് ടീസറിൻ്റെ റിവ്യൂ. രസമുണ്ട്. പിന്നെ എനിക്ക് ആക്ച്വലി ഇതിൽ ഗൂഗിളിലെ ഇരയാക്കി വിടുകയാണ്. പിന്നെ കഥ എന്താണ്, ഈ സിറ്റുവേഷൻ അതാണെന്ന് നമുക്ക് ആക്ച്വലി അറിയില്ല. പക്ഷേ ഈ ഒരു ടീസർ കണ്ടപ്പോൾ എനിക്ക് നല്ല കോമഡി ആയിട്ട് ആക്ച്വലി തോന്നി. മറ്റേ ഗോകുലിനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരുടെ മുഖത്തെന്നുള്ളൊരു ഭാവവും ഇന്നസെൻസും, ഹി ലുക്ക് സോ ക്യൂട്ട് മാൻ. മൂപ്പര് തന്നെ ഇരയാക്കി വിടുകയാണ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല മോട്ടിവേഷനാണ്. ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തത് കോളേജിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. ഞങ്ങളുടെ കോളേജിലൊരു ഫ്രണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല, ഫ്രണ്ടല്ല, ഒരു ചെക്കൻ, ഓക്കെ, ഒരു ചെക്കൻ. അവിടെ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഇവൻ അവിടുത്തെ വലിയ സംഭവം എന്നൊക്കെ ഉള്ള രീതിയിലായിട്ടാണ് നടക്കണത്. സീനിയറാണ്, ഓക്കെ, സീനിയറാണ്, വലിയ സംഭവം എന്നുള്ള രീതിയിലൊക്കെ നടക്കണം. അവൻ അറിയാണ്ട് അവിടെ ഈച്ച പോലും പാറില്ല എന്നാണ് മൂപ്പരുടെ ഒരു പറച്ചിൽ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ ചങ്ങായി വന്നിട്ട് ഭയങ്കര മോട്ടിവേഷനായിരുന്നു കേട്ടോ. ഇങ്ങനെ ആൾക്കാരൊക്കെ വരും, അവിടെയാണ് ആക്ച്വലി വരിക, അപ്പോൾ അവിടെ പോയിട്ട് ഒളിഞ്ഞാൽ മതി, ഈ സൈഡിൽ കൂടെ ആൾക്കാർ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വരണം, ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ കേട്ടോ. അപ്പം നമുക്ക് ആദ്യം കേട്ട സമയത്ത് നമുക്ക് തോന്നിയോ അപ്പോൾ ആൾ ഉഷാറാണല്ലോ, ഇയാൾ ചിലപ്പോൾ കൂടെയൊക്കെ നിൽക്കുകയായിരിക്കും എന്നുള്ളൊരു തോന്നലൊക്കെ ആക്ച്വലി ഉണ്ടായി. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇവനോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളുണ്ടാവില്ലേ, നിങ്ങളുണ്ടാവില്ലേ, നിങ്ങൾ സീനിയറല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ളത് ചോദിച്ചപ്പോൾ മൂപ്പര് ഇതിലൊന്നും ഞാൻ കയറിയിട്ട് ഇടപെടില്ല, അത് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല, അവർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചൂടാവാൻ സാധ്യതയുണ്ട്, ഒക്കെ ചീള് കേസല്ലേ, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല, നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, പക്ഷേ എന്താണ് ഇടപെടുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇത് ഉണ്ടായ ഇൻസിഡൻ്റാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. എനിക്ക് ആക്ച്വലി ഇത് മമ്മൂക്ക അതിൻ്റെ അത് പറയുന്ന കാര്യങ്ങൾ കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ കോളേജത്തെ ഇൻസിഡൻ്റാണ് ഓർമ്മ വന്നത്. ലൈക്ക് ഇങ്ങനെ അബദ്ധത്തിക്ക് പറഞ്ഞു വിടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താണ് പോയി കൊണ്ടിട്ട് വാ എന്ന് പറയുന്ന പോലെ ഒരു പരിപാടി. കൊടുത്തിട്ട് വാ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ പറയും, പക്ഷെ അവിടെ റിയാലിറ്റി ഹാപ്പൻ ചെയ്യുന്നത് കൊണ്ടിട്ട് വാ എന്നുള്ളൊരു സംഭവമാണ്. ആക്ച്വലി അത് അയാളെ മണ്ടനായിരുന്നു എന്നുള്ള കാര്യം പിന്നെ മനസ്സിലായി. യഥാർത്ഥത്തിൽ ആ കോളേജിൽ ആ പറഞ്ഞ ചെക്കനൊരു മണ്ടനായിരുന്നു, അവിടെ ഒരു കോമഡി പീസായിരുന്നു എന്നുള്ളൊരു സംഭവം. പിന്നെ എന്താണ് സീരയുടെ ക്ലാസ്സിലുള്ളൊരു ചേച്ചിയുണ്ട്, അവർ തന്നെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞു ഒരു ഡമ്മി പീസാണ് എന്നുള്ളൊരു സംഭവം. ഞാൻ ജസ്റ്റ് ഇതുമായിട്ട് വെറുതെ കണക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം കേട്ടാ, ഞാൻ ജസ്റ്റ് ഇത് ഓർത്തപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമൊന്നും ഉണ്ടാവുമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇത് ഓർത്തപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എനിവേസ് നല്ല രസമുള്ളൊരു ടീസർ. ഇതിൻ്റെ ജോണർ എന്താണെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല. എന്താണ് സംഭവം, കോമഡിയാണോ, ത്രില്ലറാണോ, കോമഡി ത്രില്ലറാണോ, കോമഡി ഇൻവെസ്റ്റിഗേഷൻ ആണോ,
എന്താണ് സംഭവം? എന്നിട്ട് മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണ്? ഗോകുൽ സുരേഷ് ചെയ്യുന്നത് എന്താണ്? എനിവേസ് ഐ ആം എക്സൈറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. നല്ലൊരു സിനിമയായിരിക്കും എന്ന് തോന്നുന്നു. വെറൈറ്റി സാധനമായിരിക്കും എന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് ഇത്രയും വിശ്വാസവും പ്രതീക്ഷയുടെയും ഒറ്റ കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടി സ്റ്റാറിങ് ആൻഡ് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. ആൻഡ് ഓഫ് കോഴ്സ് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന മലയാള സിനിമ. അത് വെറുതെ ആവില്ല എന്ന് തോന്നുന്നു. മൂപ്പരെ നമുക്കറിയാം, മൂപ്പര് വേറെ റേഞ്ചാണ്. ഇപ്പോൾ ധ്രുവ നക്ഷത്രത്തിൻ്റെ പേരിലൊക്കെ മൂപ്പര് ഒരുപാട് ട്രോള് വാങ്ങുന്നുണ്ട്, ഇറങ്ങുന്നില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ പേരിൽ പുള്ളിയോട് പ്രത്യേകിച്ചൊരു പുച്ഛോ അല്ലെങ്കിൽ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന ഒരുപാട് സ്ഥലത്ത് വെച്ച് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള പരിപാടി അവർ പരമാവധി ചെയ്തിട്ടുണ്ട്. അതെന്തോ പ്രൊഡക്ഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇറങ്ങാതിരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് ഗൗതം വാസുദേവൻ്റെ വ്യക്തിപരമായ പ്രശ്നം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാഷ് ഇഷ്യൂ തന്നെയാണല്ലോ. പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള പണികൾ നന്നായിട്ട് ഗംഭീരമായിട്ട് ധ്രുവ നക്ഷത്രമാണെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നമുക്കത് കാണാൻ എന്തോ ഭാഗ്യമില്ല. അതൊക്കെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവല് പോകേണ്ടിയിരുന്നൊരു സാധനമായിരുന്നു എന്ന് തോന്നണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്തി ഗൗതം വാസുദേവ മേനോൻ മറ്റ് സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വെറുതെ ഒരു പടം പിടിക്കുന്ന ഒരാളൊന്നുമല്ല. അയാൾ കാര്യമായിട്ടൊക്കെ സിനിമയെ നോക്കിക്കണ്ട് അടിപൊളി സാധനങ്ങളൊക്കെ പടച്ചു വിടുന്നൊരു ആളാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്കേനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പടം കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതെന്തായാലും ചുമ്മാതായിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാവും, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. പിന്നെ ബസൂക്കയിലാണെങ്കിലും ഗൗതം വാസുദേവ് മേനോൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരിപ്പോൾ അഭിനയത്തിലും കൂടുതലിങ്ങനെ ആക്റ്റീവായിട്ട് മലയാളത്തിലും തമിഴിലൊക്കെ നിരന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മൂപ്പർക്ക് കാശിന് അത്യാവശ്യമായിട്ട് നടക്കുകയെന്ന് തോന്നണം. അതുകൊണ്ടാണ് മൂപ്പര് അഭിനയം കൂടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മൂപ്പര് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നന്നായിട്ടൊക്കെ നടക്കട്ടെ, നന്നായിട്ടൊക്കെ വരട്ടെ. സ്റ്റിൽ ധ്രുവ നക്ഷത്രത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഐ എം സോറി, വീഡിയോ ലെങ്ത് കൂടിപ്പോയി. അത് വേറൊന്നും കൊണ്ടല്ല, സാധാരണ ഞാൻ എൻ്റെ ട്രെയിലർ റിയാക്ഷൻ, ടീസർ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലോയിലായിരിക്കും സംസാരിക്കുന്നത്, ഒരു ഫ്ലോ ഉണ്ടാവും. പക്ഷെ ഇന്ന് ആ ഫ്ലോ തെറ്റി, വൺ ടേക്ക് പരിപാടി ചീറ്റിപ്പോയി, നടന്നില്ല. പട്ടി വരച്ചിട്ടേ ഒടുക്കത്തെ പട്ടി കൊരയോട് കൊര. ടീസർ കണ്ട് തുടങ്ങിയ ഉടനെ കൊര തുടങ്ങി, ഫ്ലോ പോയി, വീഡിയോ കട്ട് വന്ന് റീഷൂട്ട്. ഇതാണ്. ശരി എന്നാ.